പ്രയാർ ഗോപാലകൃഷ്ണൻ RSSകാരനല്ല, BJPക്കാരനുമല്ല, കോൺഗ്രസുകാരനാണോ എന്ന് സമീപകാലത്തായി ആളുകൾക്ക് സംശയം തോന്നിത്തുടങ്ങിയിരിക്കുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റാണ്. ആ പ്രയാർ ഗോപാലകൃഷ്ണൻ ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കുന്നതിനെതിരെ ക്യാമ്പയിനും സമരവും നടത്തിവരികയാണ്. RSSനെയും BJPയെയും കൂടെ കൂട്ടി പ്രാർത്ഥനാ യജ്ഞം എന്ന പേരിലാണ് സമരം നടത്തുന്നത്. ഇനിയുള്ള കാലം നാടുനീളെയുള്ള അമ്പലങ്ങൾ കേന്ദ്രീകരിച്ച് ഈ സമരം തുടരുമത്രേ. സമരത്തിന് ആളെ പിടിക്കാൻ ഒരു വഴി തേടി അലയുമ്പോഴാണ് പുതിയ മാർഗം തുറന്നു കിട്ടിയത്. ഓണക്കാലമല്ലേ, കുറച്ച് ഓണപ്പുടവകളുമായി പ്രയാർ ആദിവാസികളുടെ അടുത്തേക്ക് ഇറങ്ങിത്തിരിച്ചു. മുണ്ട് നേരിയത് ഇത് ഒരു ഉപ്പേരി പൊതിയാണ്. ഓണമായതുകൊണ്ടാണ് ഉപ്പേരി പൊതിയാക്കിയത്. കുഞ്ഞുങ്ങൾക്കൊന്നും കൊടുക്കുന്നില്ല. ആ ഉപ്പേരി എന്ന് പറയുന്നത് വെറും ഒരു പൊതിയല്ല, ഇത് യഥാർത്ഥ വളരെ ഉത്തരവാദിത്വമുള്ള പൊതിയാണ്. അത് 3 കൂട്ടം കാര്യങ്ങളുണ്ട്. ശർക്കര വരട്ടിയുണ്ട്, അതുപോലെ തന്നെ മുറുക്കുണ്ട്. ഒരുപാട് സഹായങ്ങൾ പലർക്കായിട്ട് ചെയ്തിട്ടുണ്ട്. അത് കണക്കുള്ളതുണ്ട്, ഇല്ലാത്തത്. ഇതിന്റെ അകത്ത് മുഴുവനും അതിന്റെ രശീതിയും ബില്ലുകളാ. സഹായം ചെയ്തതിന് ബില്ലോ എന്നുവെച്ചാ ആശുപത്രി ചെലവ് നമ്മൾ കൊടുത്ത കേസുകളുണ്ട്. ബില്ലെന്ന് പറഞ്ഞാൽ അതിന്റെ. പിന്നെ 4 ഹാർട്ട് ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ട്. ഓപ്പറേഷൻ ഇയാള് ചെയ്തു എന്നല്ല, അതിന്റെ കാശ് കൊടുത്തു എന്നാ പറയണേ. വലിയ കോടീശ്വരനാണെങ്കിലും അതിന്റെ അഹങ്കാരമൊന്നും ഇല്ലാത്ത ആളാ. പിന്നെ എഡ്യൂക്കേഷൻ കുറവായതുകൊണ്ട് അതിന്റെ എളിമ വേറെയുണ്ട്. ഇതൊക്കെ റെഡി ടു വെയിറ്റ് സമരത്തിന് ആളെ പിടിക്കാനാണ് എന്നെങ്ങനെ ഉറപ്പിക്കും? എന്നാൽ അത് ഡെമോക്രസി പറയുന്നതല്ല. ഈ ഓണസമ്മാനങ്ങൾ അതിനുവേണ്ടിയാണെന്ന് അദ്ദേഹം തന്നെ പ്രഖ്യാപിക്കുന്നുണ്ട്. നമുക്കത് സംരക്ഷിക്കേണ്ടതുണ്ട്. ആ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആദിവാസികൾ, മല അരയന്മാർ, മല പണ്ടാരങ്ങൾ, മല ഉള്ളാടന്മാർ എന്നിവർക്കാണ് ഈ ഓണക്കാഴ്ച വെക്കുന്നത്. അല്ല പ്രയാറേ, അപ്പോ റെഡി ടു വെയിറ്റ് സമരം BJPക്കാരും RSSകാരും സ്പോൺസർ ചെയ്യുന്നതാണ്. RSSകാരാണെങ്കിൽ അമ്പലപ്പറമ്പുകളിൽ ആയുധ പരിശീലനം നടത്തുന്നു എന്ന് ദേവസ്വം മന്ത്രി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. RSS അത്ര മോശം സംഘടനയാണോ? RSS ഒരു വിശ്വാസി സംഘടനയാണെന്ന് പറയുന്നതിന് എന്താ തെറ്റ്? അവർക്ക് അവരുടേതായ നയമുണ്ടാകും, പരിപാടി ഉണ്ടാകും, പ്രവർത്തനം ഉണ്ടാകും. ആ പ്രവർത്തനത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ദേവാലയങ്ങളിൽ അവർ ആയുധ പരിശീലനമാണോ നടത്തുന്നത്? ദേവാലയങ്ങളിൽ ആയുധ പരിശീലനം നടക്കുന്നു എന്ന് പറയുന്നു. ആയുധ പരിശീലനം നടക്കുന്നതായി എനിക്കറിയില്ല. അപ്പോ പിന്നെ RSS മഹത്തായ സംഘടന തന്നെ ആയിരിക്കുമല്ലേ? RSS എന്ന് പറയുന്നത് അവരുടേതാകുന്ന നയമുണ്ടാകാം, പരിപാടി ഉണ്ടാകാം. അത് ഭക്തസംഘടനയാണ്. ഭക്തസംഘടന എന്ന് പറയുമ്പോൾ അല്പം വിശുദ്ധിയോടെ പ്രവർത്തിക്കുന്നവരാകും. അവർ കൂടി നിന്ന് ആയുധ പരിശീലനം നടത്തുന്നു എന്നാണ് പറയുന്നത്. RSS ചെറുപ്പക്കാരെല്ലാം കൂടെ അവിടെ കൂടി നിൽക്കുന്നതിനെ ഞാൻ എതിർക്കുന്നു എന്നില്ല. അവർ കൂട്ടായി പ്രാർത്ഥിക്കുന്നതിന് ഞാൻ എതിരല്ല. പാവങ്ങൾ, അവർ അമ്പലങ്ങൾ കേന്ദ്രീകരിച്ച് ഒന്ന് കൂടി നിൽക്കുന്നു എന്ന് മാത്രം. ഈ കൂടി നിൽക്കുന്നത് അത്ര വലിയ തെറ്റായി ചിത്രീകരിച്ചാൽ എങ്ങനെ പ്രയാർ എതിർക്കാതിരിക്കും? VM സുധീറിനെ കൂടി ഇക്കാര്യം ഒന്ന് ബോധ്യപ്പെടുത്തണം. മഹാനായ കോൺഗ്രസ് നേതാവ് എന്ന നിലയ്ക്ക് RSS എന്ന ഭക്തസംഘടനയുടെ മാഹാത്മ്യം പ്രയാർ വിശദീകരിച്ചു കൊടുക്കുക തന്നെ വേണം. എന്നിട്ടും സുധീറിന് ബോധ്യപ്പെടുന്നില്ലെങ്കിൽ പ്രയാർ ഗോപാലകൃഷ്ണൻ കോൺഗ്രസ് വിടണം. അങ്ങനെ BJPയിൽ ചേരണം. മഹിളാ മോർച്ചയുടെ റെഡി ടു വെയിറ്റ് സമരത്തിന്റെ നായകനാകണം. RSSന്റെ ആത്മീയ ആചാര്യനാകണം. പ്രയാറിന്റെ RSSകാർ രക്ഷിക്കട്ടെ. ഇന്നത്തെ രക്ഷപ്പെടുത്തലുകൾ അവസാനിക്കാറായി. പ്രധാന കുത്തിത്തിരിപ്പുകൾ ഒരിക്കൽ കൂടി. മലയാളികളുടെ പ്രിയ നടൻ മമ്മൂട്ടിക്ക് ഇന്ന് പിറന്നാൾ. 100 വയസ്സായാലും പ്രായം വെളിപ്പെടുത്തില്ല എന്ന് മമ്മൂട്ടി. തല്ലിപ്പൊളി വണ്ടി തള്ളി നന്നാക്കാൻ രണ്ടും കൽപ്പിച്ച് കോൺഗ്രസ്. നേതാക്കൾ സർക്കാർ വിരുദ്ധ സമരത്തിൽ. ബാബുവിനെ ആശ്വസിപ്പിക്കാൻ ഉമ്മൻചാണ്ടി മാത്രം. നിങ്ങൾക്ക് എന്താ വല്ല ഭ്രാന്തുണ്ടോ? കേസിന്റെ കാര്യത്തിൽ ഇനി IG അല്ല, മന്ത്രി ഇടപെട്ടാലും ശരി, പോയി പണി നോക്കാൻ പറയുന്ന ആളാണ് SP പ്രഭാകർ വർമ്മ. തൊപ്പി പോയാലും പുല്ലാണെന്ന് കരുതുന്ന ആളായാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, വർമ്മ ഇവിടെ ഉഴുതുമറിക്കും.
മോദി പിണറായി സൗഹൃദത്തിനെതിരെ രമേശ് ചെന്നിത്തല. അവർ ചേട്ടൻ ബാവയും അനിയൻ ബാവയും. അപ്പൊ നരേന്ദ്രമോദിയും പിണറായി വിജയനും ചേട്ടൻ ബാവയും അനിയൻ ബാവയുമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മളെ ചതിക്കാൻ മാത്രം ചങ്കൂറ്റമുള്ളവർ ആരാണോ ഈ നാട്ടിലുള്ളത്? അവൻ ആരായാലും ശരിയാ, ഒത്തി നുറുക്കും ഞാൻ. അങ്ങോട്ട് വോട്ട് ചെയ്യട്ടാ, ഇതല്ലെങ്കിൽ വേറെ 100 വരും. എന്നാലും അവരുടെ മുമ്പിൽ നമ്മൾ ചതിയന്മാരായില്ലേ? നരേന്ദ്രമോദിക്ക് ആറന്മുള കണ്ണാടി കൊടുത്തത് മുതൽ നല്ല ബന്ധമാണ് അവർ തമ്മിൽ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴാണ് കേട്ടാ എനിക്കൊരു സമാധാനമായതേ. ചേട്ടൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന കണ്ടേച്ചും പോയാ എനിക്കൊരു സമാധാനം കിട്ടൂല. ഞാൻ പോയിട്ട് 2 ദിവസത്തിനുള്ളിൽ വരാം. കുമ്മനം കോൺഗ്രസ് സൗഹൃദത്തെ CPIM അംഗീകരിക്കണമെന്നും ആവശ്യം. റെഡി ടു വെയിറ്റ് സമരത്തിന് ആളെ പിടിക്കാൻ പ്രയാർ ഗോപാലകൃഷ്ണൻ. അത് 3 കൂട്ടം കാര്യങ്ങളുണ്ട്. ശർക്കര വരട്ടിയുണ്ട്, അതുപോലെ തന്നെ മുറുക്കുണ്ട്. ഒരുപാട് സഹായങ്ങൾ പലർക്കായിട്ട് ചെയ്തിട്ടുണ്ട്. അത് കണക്കുള്ളതുണ്ട്, ഇല്ലാത്തത്. തന്നെ ഇതിന്റെ അകത്ത് മുഴുവനും അതിന്റെ രശീതിയും ബില്ലുകളാ. സഹായം ചെയ്തതിന് ബില്ലോ എന്നുവെച്ചാ ആശുപത്രി ചെലവ് നമ്മൾ കൊടുത്ത കേസുകളുണ്ട്. ബില്ലെന്ന് പറഞ്ഞാൽ അതിന്റെ. സമരത്തിന് ആളെ എത്തിക്കാൻ ഓണ സമ്മാനങ്ങൾ. RSS രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന മഹത്തായ സംഘടനയെന്നും അവകാശവാദം. അപ്പോൾ ഇന്നത്തേക്ക് റെഡി ടു വെയിറ്റ്. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.